ഇറാനിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ച അമേരിക്ക. ബന്ദർ അബ്ബാസ്, സിരിക്, ഖഷം മേഖലയിലാണ് വ്യോമാക്രമണം. ആക്രമണത്തിന് പിന്നാലെ കുവൈത്തിൽ ഇറാൻ തിരിച്ചടിച്ചു. മിസൈൽ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സ്പീഡ് ബോട്ടുകളും അമേരിക്ക ആക്രമിച്ചു. ബന്ദർ അബ്ബാസിലും ഖഷാമിലും ഹജിയാബാദിലും സ്ഫോടനം നടന്നിട്ടുണ്ട്. 140 ഇടങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു അമേരിക്കയുടെ ആക്രമണം. ഇറാനിലെ മാഷാഹറിൽ വാട്ടർ പമ്പിംഗ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. ഹോർമുസിൽ GFC ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ഉടലെടുത്തത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ആയത്തുള്ള അലി ഖമനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് പ്രതികരിച്ചിരുന്നു. അതേസമയം സംഘർഷം വീണ്ടും കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബാരലിന് $78 ബ്രെന്റ് ക്രൂഡ് വില $80. അതേസമയം കുവൈത്തിൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശം. ഡ്രോൺ വീണ് ഒരാൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. ഇന്നലെ പുലർച്ചെയാണ് UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം നടന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.